ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നുള്ളത്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മളെല്ലാവരും, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, നമ്മൾ സഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് മുടികൊഴിച്ചൽ എന്ന് പറയുന്നത്. പല പല റെമഡീസ് യൂട്യൂബ് നോക്കി ട്രൈ ചെയ്തിട്ട് അതൊന്നും വർക്കാവാതിരിക്കുകയാണ് നിങ്ങൾ. ഞാനും ഇതുപോലെ ഒരുപാട് റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഹെയർ ഫോൾ സ്വിച്ച് ഇട്ട പോലെ നിന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ജെനുവൻ ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാതെ വെറുതെ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവം എന്നെപ്പോലെ ബുദ്ധിമുട്ട് നേരിടുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഫോട്ടോയിൽ കാണുന്നത് 1 ഇയർ മുന്നേ ഉള്ള എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. പിന്നീട് കാണുന്നത് ഹെയർ ഫോളിൻ്റെ ടൈമിലുള്ള ഹെയർ ആയിരുന്നു. മുടി കൊഴിച്ചിലൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ മുടി ഊരിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത് എനിക്ക്. തലയോട്ടിന്ന് കുളിക്കുമ്പോഴായിക്കോട്ടെ, മുടി വാരുമ്പോഴായിക്കോട്ടെ, മുടി കെട്ടുമ്പോഴായിക്കോട്ടെ, ജസ്റ്റ് മുടി അഴിക്കുമ്പോൾ പോലും മുടി ഇങ്ങനെ ഊരി പോകുമായിരുന്നു. അത് കാണുമ്പം തന്നെ വളരെയധികം എന്താ പറയുക, ഒരു മാനസിക പ്രയാസം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഓമനിച്ച് വളർത്തിയ മുടി ഇങ്ങനെ പൊരിഞ്ഞു പോകുന്നതല്ല, ഇങ്ങനെ ഊരി പോവുകയാണ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് വല്ല ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും രോഗമായിട്ടാണോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ യൂട്യൂബ് നോക്കി പല പല റെമഡീസും പാക്കും ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കതൊന്നും വർക്കായിരുന്നില്ല. പിന്നീട് ഞാൻ ഇവിടെ ആയുർവേദ ഷോപ്പിൽ ഒരു ഓയിൽ ഉണ്ടായിരുന്നു, മുടി കൊഴിച്ചിലുള്ള ഓയിൽ. അത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം ഒരു 50% റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ കുറച്ച് നിന്നു. പിന്നീട് ആ ഓയിൽ കടയിൽ കിട്ടാത്ത കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ആദ്യം നല്ലോണം മുടി കൊഴിച്ചിലായപ്പോൾ വീണ്ടും ഞാൻ ആ ഓയിൽ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് തീരെ റിസൾട്ട് അന്നേരം കിട്ടിയില്ല. പക്ഷെ അത് മാത്രമായിരുന്നില്ല, എനിക്ക് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. പക്ഷെ അതെല്ലാം കുറച്ചാലും എനിക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ അതായിരിക്കും, HB നോക്ക് എന്നൊക്കെ അപ്പുറന്നിപ്പുറന്നൊക്കെ കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ അത് പിന്നെ ലാബിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണ്ടേ മടിച്ച് ഞാൻ നിന്നു. പിന്നെ വീട്ടിൽ എനിക്ക് ആ ഒരു മെഷീൻ, ടെസ്റ്റ് ചെയ്യേണ്ട മെഷീൻ കിട്ടിയപ്പോൾ ഞാൻ HB ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് 10 ഉണ്ടായിരുന്നത് അതിൻ്റെ കൗണ്ട്. ശരിക്കും 12 വേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ എന്നോട് 1 മാസം, അതായത് 12 ആകുന്നത് വരെ അയൺ ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അയൺ ഗുളിക കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറയാലോ, ഒരു മാജിക്കൽ ഗുളിക എന്ന് തന്നെ പറയാം. അയൺ ഗുളിക കഴിച്ചിട്ട് ഫസ്റ്റ് ഡേ കഴിച്ചു, പിറ്റേന്നേക്ക് എനിക്ക് മുടി കൊഴിച്ചിൽ നിന്നു. ഒരു മുടി പോലും പണ്ടത്തെ മാതിരി ഇങ്ങനെ ഊരി പോകുന്നില്ല. സത്യം, കള്ളല്ല, ജെന്യൂനായിട്ട് പറയാണ്. എനിക്ക് ശരിക്കും മുടി കൊഴിച്ചിൽ നിന്നിരുന്നു. 1 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. എനിക്ക് നല്ല പോലെ മുടി കൊഴിച്ചിൽ നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണം ഈ HBൻ്റെ കൗണ്ട് കുറഞ്ഞതാണ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും അനാറും അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. എൻ്റെ HB നോർമലായ ശേഷം ഞാൻ അങ്ങനെ അയൺ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയൺ ഗുളിക കഴിക്കുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ട് പോലും എൻ്റെ മുടി കൊഴിച്ചിൽ പണ്ടത്തെ മാതിരി ഊരി വരുന്നില്ല. അതിനുശേഷം ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്തു. ഇപ്പോഴും എൻ്റെ ഹെയർ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, മുടി കൊഴിച്ചിലില്ല. അതന്നെ വലിയ ആശ്വാസം. പണ്ടത്തെ പോലെ പെട്ടെന്ന് നമുക്ക് മുടി ആവുമൊന്നുമില്ല, പക്ഷേ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നത് തന്നെ വളരെ വലിയ ആശ്വാസം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും യൂട്യൂബൊക്കെ കണ്ടിട്ട് ഓരോ പാക്ക് തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ കാരണം ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് HB കൗണ്ട് കുറഞ്ഞതുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടായെന്നാണ്. കാരണം അത് ശരിയായപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും പോയിട്ട് അയൺ ഗുളിക കഴിക്കുക, എല്ലാവരും പോയിട്ട് HB ടെസ്റ്റ് നടത്തുക എന്നല്ല. ചിലപ്പോൾ എനിക്കിത് വർക്കായി, മറ്റുള്ളവരുടെ ഹെയർ ഫോളിനുള്ള കാരണം ഇതായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് HB ടെസ്റ്റും ചെയ്യുക. അത്ര വലിയ എമൗണ്ട് ഒന്നും ആവില്ല ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ലാബിൽ പോയിട്ട് HB നോക്കുക. ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് പ്രധാനപ്പെട്ട കാരണം, അതല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറെ കാണിച്ച് നോക്കുക. എനിക്ക് ഇത് തന്ന റിസൾട്ട് വളരെ വലുതാണ്. ഒരിക്കലും ഈ ഒരു സംഭവം ഞാൻ മറക്കില്ല. കാരണം അത്രയും ഹെയർ ഫോൾ ഉണ്ടായിട്ടും പലതും ട്രൈ ചെയ്തിട്ടും മാറാത്തത് ഈ ഒരു ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് മാറി. അതായത് എൻ്റെ ഈ ഒരു കൗണ്ട് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂടിയപ്പോൾ
കുറച്ച് ഹെൽത്തിയായി, മുടിയും ഹെൽത്തിയായി, മുടിയൊക്കെ വളരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നിലൊക്കെ നെറ്റിക്കൊക്കെ മുടി അത്യാവശ്യം വളരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ നിന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ HB ടെസ്റ്റ് നടത്തി നോക്കുക. അപ്പോൾ റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.